റിട്ടയർമെൻറ്റിന് ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇറങ്ങുവാണെങ്കിൽ കൂടിയും നമുക്കൊരു പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ബാങ്കുകളിലേക്ക് ഈ എക്സ്പീരിയൻസോട് കൂടി തന്നെ നമുക്ക് എന്താണ് അവിടെയും ഈ സ്കോപ്പ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ അവിടെയും വരുന്നുണ്ട്. ഹായ് ഓൾ, എൻട്രിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മുടെ ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡിഗ്രി എക്സാംസ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഡൗട്ടുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളൊരു സെഷനാണ്. അതായത് വാട്ട് ടു ചൂസ് നെക്സ്റ്റ്, എന്ത് നമ്മൾ അടുത്ത് തിരഞ്ഞെടുക്കണം, നമ്മൾ ഏത് ഫീൽഡിലേക്ക് പോകണം. അപ്പോൾ നമ്മളൊരു ഡിഗ്രി ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഇനി ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി വരാൻ പോകുന്ന അപ്കമിങ് എക്സാമുകൾ എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് നമ്മുടെ ബാങ്ക് എക്സാംസ്. അപ്പോൾ ബാങ്ക് എക്സാംസിൻ്റെ എറ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസ് എക്സാം വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ SSC എക്സാംസ് വരുന്നുണ്ട്, റെയിൽവേ എക്സാംസ് വരുന്നുണ്ട്, അതർ ഗവൺമെൻറ് എക്സാംസും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് എക്സാംസ് എന്തുകൊണ്ടും അത്രയും തന്നെ നമുക്ക് ഒരു റെപ്യൂട്ടഡ് പോസ്റ്റിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വേ ആണ് ഈ പറയുന്ന ബാങ്ക് എക്സാംസ്. ക്ലർക്കിൽ തുടങ്ങി നമ്മുടെ AGM അതുപോലെ GM അതിലേക്കൊക്കെ എത്താൻ പറ്റുന്ന നല്ലൊരു കരിയർ ഗ്രോത്ത് ഉള്ളൊരു പോസ്റ്റാണ് ഈ പറയുന്ന ബാങ്ക് എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ജേർണിയും കാര്യങ്ങളൊക്കെ നോക്കാം. എന്തിനാണ് നമ്മൾ ഈ പറയുന്ന ബാങ്കിങ് കരിയർ നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ജേർണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ആദ്യം പറഞ്ഞു. നമ്മുടെ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, ജോബ് സെക്യൂരിറ്റി നന്നായിട്ട് തന്നെ നമുക്കുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന നമ്മുടെ ബാങ്ക് ജോലി എന്ന് പറയുന്നത്. ഇപ്പം SSC അതുപോലെ റെയിൽവേ ഒന്നും ജോബ് സെക്യൂരിറ്റി ഇല്ല എന്നല്ല, എന്നാലും നമ്മളിപ്പോൾ നോക്കാൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു, ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്കുള്ളൊരു റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ജോബ് സെക്യൂരിറ്റി അതിപ്പോൾ ഈവൻ നമ്മുടെ SBI ആയിരുന്നാലും IBPS അതായത് ബാക്കി 11 പബ്ലിക് സെക്ടർ ബാങ്കുകളിലായിരുന്നാലും ഒരു സ്ട്രോങ് ജോബ് സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ് പറയുന്നത് ബാങ്കിങ്ങിൽ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കരിയർ പാത്ത് അല്ലെങ്കിൽ ഫ്യൂവർ ലേ ഓഫും കാര്യങ്ങളൊക്കെ വരുന്നൊരു പോസ്റ്റും കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു എക്സാമാണ് ബാങ്കിങ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ജോബ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. ഇനി ഡീസൻറ്റ് സാലറി ആൻഡ് പെർക്സ്, അതായത് നമ്മുടെ സാലറി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മിനിമം ഒരു ക്ലർക്കിൻ്റെ സാലറി പോലും നമുക്ക് എബോവ് 40+ വരുന്നത്. അതുപോലെ POയുടെ പോസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സാലറി റേഞ്ച് ഒരു 50 to 60. ഇപ്പോൾ IBPS RRB ഒക്കെ ആണെങ്കിൽ ഏകദേശം നമ്മുടെ ഇൻഹാൻഡ് തന്നെ 50, അതുപോലെ SBI ഒക്കെ ആണെങ്കിൽ 60+ ഉണ്ട്. ഓക്കെ, അതുപോലെ IBPS ആണെങ്കിൽ 60+ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു ഡീസൻറ്റ് സാലറി പാക്കേജാണ് ഈ പറയുന്നത് ബാങ്ക് എക്സാം എഴുതി കഴിഞ്ഞ് അതിലെ പോസ്റ്റിലേക്ക്. അപ്പോൾ മിനിമം ഒരു 40+ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതായത് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നുണ്ട്. പിന്നെ പെർക്സ്, അതായത് നമ്മുടെ അലവൻസ് ഏതൊക്കെയാണ്? മെഡിക്കൽ അലവൻസ് വരാറുണ്ട്, ഹോം റെൻ്റ് അലവൻസ് വരാറുണ്ട്, DA വരാറുണ്ട്, ട്രാവൽ അലവൻസ് ഉണ്ട്. ഇനി നിങ്ങൾ അർബൺ ഏരിയാസ് ആകുമ്പോൾ നിങ്ങൾക്ക് പെട്രോൾ അലവൻസ്, പിന്നെ അങ്ങനെ വരുന്ന ഒത്തിരി കാര്യങ്ങൾ, ഇലക്ട്രിസിറ്റി അലവൻസ്, അങ്ങനെ വരുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന പെർക്കിനകത്ത് വരുന്നുണ്ട്. അപ്പം നല്ലൊരു സാലറി പാക്കേജും അതുപോലെ നല്ലൊരു രീതിയിലുള്ള അലവൻസും കാര്യങ്ങളും ബാങ്ക് ജോബിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് സ്ട്രക്ചർ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. അതായത് നിങ്ങൾ ക്ലർക്കിൽ സ്റ്റാർട്ട് ചെയ്തു, ഓഫീസറായി, മാനേജർ പോസ്റ്റായി, സീനിയർ മാനേജറായി, AGM ആയി, GM ആയി, അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രൊമോഷനും കാര്യങ്ങളും ഉള്ള ഒരു ഏരിയ ആണ് ബാങ്ക് എന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്കിപ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് പോകണം, ആ ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ്, അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച്, ട്രഷറി, ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും ഉള്ള ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളും ബാങ്ക് ഒരുക്കി തരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്ഫറും ആൻഡ് എക്സ്പോഷറുമാണ്. അപ്പം ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫേഴ്സ് ഒക്കെ ഒരുപാട് അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫറിലൂടെ നമുക്ക് ഈ പറയുന്ന സംഭവം കിട്ടും. അതായത് ഇപ്പോൾ 6 months ഇപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഒരു ബാങ്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അർബൺ വരുന്നുണ്ട്, റൂറൽ വരുന്നുണ്ട്. അങ്ങനെ 6 months കൂടുമ്പോൾ നമുക്ക് ഇങ്ങനെ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഉള്ള ട്രാൻസ്ഫറും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. കൂടാതെ അർബണും സെമി അർബനും റൂറൽ എൻവയോൺമെൻറ്റിലും വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഫീമെയിൽസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ
നമുക്കിപ്പോൾ ആദ്യത്തെ പോസ്റ്റിംഗ് ചിലപ്പം ഈ പറയുന്നത് നമ്മുടെ ഹോം ടൗണിലല്ലായിരിക്കും, പക്ഷേ പിന്നെ വരുന്ന ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹോം ടൗണിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറയുന്ന പ്രഗ്നൻസി ടൈം ആയിരുന്നാലും കുഞ്ഞുങ്ങൾ വരുന്ന ആ ഒരു ഡെലിവറി ആഫ്റ്റർ ഡെലിവറി ടൈമിലും ഒക്കെ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ട്രാൻസ്ഫറും കാര്യങ്ങളും വലുതായിട്ട് അങ്ങനെ ബാധിക്കത്തില്ല. അപ് ടു നമ്മൾ ചൈൽഡ് അതായത് ഒരു ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞ് വരുന്ന ആ ഒരു ടൈം വരേക്കും നമുക്ക് ഈ പറയുന്ന ട്രാൻസ്ഫർ വലുതായിട്ട് നമ്മളെ ബാധിക്കത്തില്ല. ആ ഒരു കാര്യം കൂടെ ഇതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഫീമെയിൽസിന് ഹോം ടൗണിൽ തന്നെ നമുക്ക് കിട്ടാൻ സാധ്യത ഏറെയാണ്, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ഇതൊരു ഡെസ്ക് ജോബ് മാത്രമായിട്ടല്ല വരുന്നത്. അതായത് നമുക്കിപ്പം ലോണ് കാര്യങ്ങൾക്ക് ബാങ്കിൽ നിന്നാകുമ്പോൾ ലോണ് കാര്യങ്ങളിൽ പോവേണ്ടി വരും. ഇപ്പോൾ ഒരു ലോൺ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹോം ലോൺ കൊടുക്കുകയാണെങ്കിൽ ആ വീടിരിക്കുന്ന സ്ഥലം അതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് എക്സ്പോഷർ ടു ലോൺസ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്, റീറ്റെയിൽ ബാങ്കിങ്, കോർപ്പറേറ്റ് ബാങ്കിങ്, അങ്ങനെ വരുന്ന ജോബുകളും ഇതിനകത്ത് വരുന്നുണ്ട്. നോട്ട് ഒരു ഡെസ്ക് ജോബ് അല്ലാണ്ട്. ഓക്കെ. പിന്നെന്ന് പറയുന്നത് നമ്മളെ ഇപ്പോൾ ബാങ്കിങ് ജോലി നമ്മൾ കഴിഞ്ഞു, ഒരു ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ ഇറങ്ങുവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റ് കഴിയുവാണ്, റിട്ടയർമെൻറ്റിന് ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇറങ്ങുവാണെങ്കിൽ കൂടിയും നമുക്കൊരു പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ബാങ്കുകളിലേക്ക് ഈ എക്സ്പീരിയൻസോട് കൂടി തന്നെ നമുക്ക് എന്താണ് അവിടെയും ഈ സ്കോപ്പ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ അവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യവും നമുക്ക് ബാങ്കിനകത്ത് വരുന്നൊരു സംഭവമാണ്. ഇനി നമുക്ക് നമ്മുടെ ബാങ്കിൽ വരുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ക്യാഷ് ഡീലിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അത് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോബ് തന്നെയാണ് ബാങ്ക് ജോബ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്യാഷ്യറായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ക്യാഷ്യർ എന്ന് പറയുമ്പോഴത്തേക്ക് ക്യാഷ് ഡീലിംഗ് ആണ് അവിടെ നടത്തുന്നത്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും നമുക്ക് അവിടെ ഒരു ചലഞ്ചിങ് ആയിട്ട് വരും. അത് അത്ര വലിയ ചലഞ്ചിങ് അല്ല. നമ്മളിപ്പോൾ എന്തായാലും മണിയോടുകൂടി അതായത് നമ്മളിപ്പോൾ മണി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ബാങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ അത് അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ ആ ഒരു ജോബിലേക്ക് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ട്രാൻസ്ഫേഴ്സ് മേ ബി ഇൻകൺവീനിയൻറ്റ്. അപ്പോൾ ഇപ്പോൾ ട്രാൻസ്ഫേഴ്സ് എങ്ങനെയാണ്, ഇപ്പോൾ 6 മാസം ഞാൻ പറഞ്ഞു, 6 മാസം കൂടുമ്പോഴുള്ള ഒരു ഇൻകൺവീനിയൻസ് കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ട്രാൻസ്ഫർ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ലോ ട്രാൻസ്ഫറിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്തിരുന്നു, നമുക്ക് വേണമെങ്കിൽ അത് അവിടെ തന്നെ തുടരാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീമെയിൽസൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഹോം ടൗണിൽ നിന്ന് നമുക്ക് അങ്ങനെ വിട്ട് അങ്ങോട്ട് മാറിയൊന്നും പോവേണ്ട ഒരു സാഹചര്യമൊന്നും വരത്തില്ല. ആ ഒരു കാര്യം നോക്കുക. ഇനി സ്ലോ പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു ജോബിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻസ് ഉണ്ടാവും. ഇത്ര വർഷം കൂടുമ്പോൾ നമുക്ക് പ്രൊമോഷൻസ് ഉണ്ടാവും. അതുപോലെയുള്ള പ്രൊമോഷൻ തന്നെയാണ് പബ്ലിക് സെക്ടർ ബാങ്കുകളിലും SBIയിലും ഒക്കെ വരുന്നത്. അതായത് ഒരു 5 to 8 years കഴിയുമ്പോഴേക്കും ഈ പറയുന്ന പ്രൊമോഷനിലോട്ട് നമുക്ക് സ്വയമേ ചെയ്തു പോകാം. ഇനി നിങ്ങൾ പ്രൊമോഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, പ്രൊമോഷൻ നിങ്ങൾ ടെസ്റ്റ് എഴുതുകയോ അല്ലെങ്കിൽ പ്രൊമോഷനിലേക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതി. ആ ഒരു പോസ്റ്റ് തന്നെ നമുക്ക് ഇരിക്കാനും പറ്റും. അതൊന്നും അവിടെ വലിയ പ്രശ്നം വരുന്നതല്ല. ഇനി നിങ്ങൾക്ക് ഫാസ്റ്റ് പ്രൊമോഷൻ ആണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ടെസ്റ്റുകൾ, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റാണ് JAIIB, CAIIB എക്സാംസുകളൊക്കെ നമ്മൾ എഴുതിയിട്ട് ഒരു ഫാസ്റ്റ് പ്രൊമോഷനിൽ കൂടി നല്ല ഇതിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സ്ലോ പ്രൊമോഷൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5 to 8 years ഒരു ഗ്യാപ്പിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ സീനിയോറിറ്റി ബേസ് വരുന്ന ഒരു പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ഇനി നമ്മൾ എന്തിന് ബാങ്ക് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ബാങ്ക് എന്ന് പറഞ്ഞാൽ അറിയാം, ഹൈ റിസ്ക് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ ഹൈ റിവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടിയാണ് ബാങ്ക് ജോലി എന്ന് പറയുന്നത്. അതുകൂടാതെ ഇപ്പോൾ നമ്മുടെ ട്രാൻസ്ഫേഴ്സ് കൊണ്ട് നമ്മൾ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ, ട്രാൻസ്ഫർ ഒന്നും വലിയ വിഷയമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഇതിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ റെസ്പോൺസിബിലിറ്റിയോട് കൂടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഫീൽഡായിരുന്നാലും നമുക്ക് ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് കാര്യങ്ങളാണ്. പക്ഷേ ചൂസ് ചെയ്യുമ്പോൾ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഓപ്ഷനാണ്, നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രഷേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അടുത്ത് എന്ത് എന്നുള്ളൊരു ഓപ്ഷനിൽ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ബാങ്കിങ്ങിലേക്ക് കൊടുക്കുക. അപ്പോൾ നല്ലൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഒരു വേ ആണ് ബാങ്കിങ് കരിയർ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിൻലി. നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രയും തന്നെയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എക്സാമുകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ബാങ്കിങ് ഫീൽഡിനെ പറ്റിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് എൻക്വയറി നടത്താവുന്നതാണ്. കൂടാതെ ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തേക്കും ഡിസ്കഷൻ ബോക്സിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് റൈറ്റ് ചെയ്ത് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.